ഈ കാലം സുവിശേഷത്തെ വളരെ വികലമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു കാലമാണ്. പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്നൊക്കെ പറയാറുണ്ടെങ്കിലും എല്ലാ നിലകളിലും എനിക്കതിനോട് വിയോജിപ്പില്ല. കാരണം കർത്താവിനെ സേവിക്കുന്നവരെ നിശ്ചയമായും കർത്താവ് അനുഗ്രഹിക്കും. ഞാൻ അനുഭവിക്കുന്നവനാണ്. എല്ലാ കരുതലും ദൈവം തരും. ഒരു കരുതലുമില്ലെന്ന് പറയാൻ ഹൈ റേഞ്ചിൽ ജീവിക്കുന്ന ഒരു ഉപദേശി എന്ന നിലയിൽ എനിക്ക് കഴിയില്ല. ഞാൻ അനുഭവിക്കുന്നതുകൊണ്ട് ഏറെ അനുഭവത്തോടെ ഞാൻ പറയും, അവൻ കരയുന്ന കാക്കക്കുഞ്ഞിന് അതത് സമയത്ത് ആഹാരം കൊടുക്കുന്ന നമ്മുടെ ദൈവം, നമ്മുടെ ഭക്തന്മാർക്ക് വേണ്ടി അതത് സമയത്ത് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്തു തരും എന്ന് വചനമുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാണ്. അത് ഞാൻ വിശ്വസിക്കുന്നുമുണ്ട്. പക്ഷേ നമ്മൾ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടല്ല. സാമ്പത്തിക നന്മയല്ല അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം. പെട്ടെന്ന് പറഞ്ഞ് 3 തെളിവ് വേഗത്തിൽ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകും. നമ്മൾ ഒരുമിച്ച് ആരാധിക്കാൻ പോകും. ശ്രദ്ധിച്ചോ, 3 തെളിവ് പറയും. ഒന്നാമത്തെ തെളിവ് യാബോക്കിൽ നിൽക്കുന്ന യാക്കോബ. അവിടെ നിന്ന് യാക്കോബ് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഞങ്ങൾ വൈബ്രേഷനോടുകൂടെ പറയും, ഒരു വടിയോടുകൂടെ പോയി 2 കൂട്ടമായിട്ട് വന്നു. പറയുന്നതിൻ്റെ കാര്യം വന്ന അനുഗ്രഹമാണ് ഞങ്ങളുടെ വൈബ്രേഷൻ്റെ കാര്യം. അതെന്നാന്ന് ചോദിച്ചാൽ ഒരു വടിയായിട്ട് പോയത് അച്ചായൻ 2 കൂട്ടമായിട്ട് വന്നു. അവിടെ വന്നിട്ട് അച്ചായൻ പ്രാർത്ഥിക്കും, ഇനി എന്നെ അനുഗ്രഹിക്കണം. അച്ചായ ഈ 2 കൂട്ടമായിട്ട് വന്ന് ഇനി എന്നെ അനുഗ്രഹിക്കാനാ? ഇത്ര അനുഗ്രഹം തന്നില്ലയോ? ഇനി എന്നെ അനുഗ്രഹിക്കാനാ? അപ്പം യാക്കോബ് പറയും, അപ്പം പണ്ട് എന്നോട് ചോദിച്ചായിരുന്നു നിൻ്റെ പേരെന്നാ. ദൂതൻ അവിടെ വെച്ച് പേര് ചോദിക്കാൻ കാരണം യാക്കോബിൻ്റെ പേരറിയാൻ മേലാഞ്ഞിട്ടല്ല. ദൂതൻ പേര് ചോദിച്ചത് അപ്പൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞിട്ട് പോയത്, അപ്പാ ഞാൻ ഏശാവാന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോയതാ. ദൂതൻ ഇവിടെ വന്നപ്പോൾ ചോദിച്ചു, നിൻ്റെ പേരെന്താ? യാക്കോബിനൊരു കാര്യം മനസ്സിലായി, വാരിക്കൂട്ടിയ നന്മയല്ല അനുഗ്രഹം. ദൈവം എൻ്റെ പരമാർത്ഥ മനസ്സിനെ അനുഗ്രഹിച്ച് എൻ്റെ കപടതയെ മാറ്റിക്കളഞ്ഞ് ദൈവം മുമ്പിൽ എൻ്റെ പരമാർത്ഥത വെളിപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനല്ല. ഇന്ന് രാത്രി അതുകൊണ്ട് വചനം കേൾക്കുന്ന ഈ ദേശം ശ്രദ്ധിച്ചോ, നിങ്ങൾ സാമ്പത്തികമായി ഉന്നത നിലവാരത്തിലായതല്ല കേട്ടോ അനുഗ്രഹം. ജീവിതത്തിനകത്തെ കറകളങ്കങ്ങൾ കഴുകിക്കളഞ്ഞ് കറ ചുളുക്കമില്ലാത്ത, മാലിന്യമില്ലാത്ത, വാട്ടമില്ലാത്ത ഒരവകാശത്തിന് പാത്രമായി തീരുന്നതാണ് ഭൂമിയിലെ ഏറ്റവും വലിയ അനുഗ്രഹം.